സെക്സിന്റെ ഒരു പ്രധാന ഉദ്ദേശം സന്താനോൽപാദനമല്ല, മറിച്ച് രതിസുഖമാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? പുരുഷന്മാരിൽ കണ്ടുവരുന്ന ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ അല്ലേ? ഇന്ന് മിക്ക പുരുഷന്മാർക്കും അവരുടെ പാർട്ട്നേഴ്സുമായിട്ടൊരു സെക്സ് ലൈഫ് തുടങ്ങുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ. ഇത് ആ പുരുഷന്റെ സെക്സ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിനെ തന്നെ പലപ്പോഴും ഇല്ലാതാക്കുകയൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, നേരെ മറിച്ച് ഇത് അവൻ ജീവിച്ചു വന്ന ആ സമൂഹത്തിന് സെക്സിനോടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ സെക്സ് എന്ന് പറയുന്നത് സന്താനോൽപാദനത്തിന് വേണ്ടിയാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് സത്യമായിരുന്നെങ്കിൽ ശീഘ്രസ്ഖലനം ഒരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. അതിന്റെ കാരണം ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ശീഘ്രസ്ഖലനം എങ്ങനെയാണ് മെഡിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. A pattern of ejaculation occurring during partnered sexual activity within 1 minute after vaginal penetration and before the individual wishes it. അതായത് പെനിട്രേറ്റീവ് സെക്സിൽ ഏർപ്പെടുമ്പോൾ 1 മിനിറ്റിനുള്ളിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിന് മുമ്പോ അവിടെ ഒരു ഇജാക്കുലേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നു. ഇവിടെ ഒരു സന്താനോൽപാദനം മാത്രമായിരുന്നു സെക്സിന്റെ ലക്ഷ്യമെങ്കിൽ ഈ 1 മിനിറ്റ് തന്നെ ധാരാളമാണ്. കാടിന്റെ രാജാവായ സിംഹം പോലും 2 മിനിറ്റ് കൂടുതൽ ലാസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ ഒരു പ്രശ്നമായി മാറുന്നത്? കാരണം ഒരു സ്ത്രീക്കും 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടോ ഒന്ന് രതിമൂർച്ചയിലെത്താൻ പറ്റുകയില്ല. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശീഘ്രസ്ഖലനത്തിന്റെ പ്രധാന പ്രശ്നം. ഇത് സംഭവിക്കുന്ന പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ ഒന്നും സെക്ഷുവലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ശീഘ്രസ്ഖലനത്തിന്റെ പരിഹരിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ അടുക്ക പായുന്നത്. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നതെന്നും അത് എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നും നമുക്ക് നോക്കാം. ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് പലപ്പോഴും പല പുരുഷന്മാരുടെ ഒരു സ്വയംഭോഗ ശീലത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പല പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലൈമാക്സിൽ അല്ലെങ്കിൽ രതിമൂർച്ചയിലെത്താൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സെക്സ് അല്ലെങ്കിൽ സ്വയംഭോഗം പാപമാണ്, തെറ്റാണെന്നുള്ള ഒരു ബോധ്യത്തിൽ വളർന്നു വരുന്ന ആണുങ്ങളും പെട്ടെന്ന് അവരെ ആരും പിടിക്കരുത് എന്നൊക്കെയുള്ള ഒരു ഭയത്തിൽ സ്വയംഭോഗം പെട്ടെന്ന് അവസാനിപ്പിക്കാറുണ്ട്. ഇതാണ് പിന്നീട് ശീലിച്ച് അത് ഭാവിയിൽ ഒരു ശീഘ്രസ്ഖലനമായി മാറുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായി വേണ്ടത് കൈ ഉപയോഗിച്ച് സമയമെടുത്ത് സ്വയംഭോഗം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ട്ണറുമായിട്ട് പെട്ടെന്ന് സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോഴും അവിടെ ഒരു ശീഘ്രസ്ഖലനത്തിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പാർട്ട്ണറുമായിട്ട് സെക്സ് ചെയ്യുന്നതിന് മുൻപ് സമയമെടുത്ത് ഒരു ഫോർപ്ലേയിൽ ഏർപ്പെടുക അല്ലെങ്കിൽ രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ശരിയായ രീതിയിൽ ഫോർപ്ലേ ചെയ്യാമെന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു വെജിനൽ പെനിട്രേഷനിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല. അതിന് അവർക്ക് അവരുടെ ക്ലിറ്ററസിന്റെ അല്ലെങ്കിൽ ക്രിസരിയുടെ സ്റ്റിമുലേഷനും കൂടെ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫോർപ്ലേ വേണമെന്ന് പറയുന്നത്. ഒരു ഫോർപ്ലേയിലൂടെ ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലെത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ പിന്നെ ഒരു ശീഘ്രസ്ഖലനം നടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. സ്ത്രീകൾക്ക് എങ്ങനെ രതിമൂർച്ചയിലെത്താം എന്നതിനെ പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ താഴെ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സമയമെടുത്ത് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയും അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബന്ധപ്പെടലിന്റെ സമയം ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് കൂട്ടുവാൻ പറ്റും. എന്നിട്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സെക്സോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ടോപ്പിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.